ജീവനൊടുക്കിയ വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബത്തിന്റെ ആധാരം സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് തിരികെ കൈമാറി. വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യതയായ 63 ലക്ഷം രൂപ KPCC ബാങ്കിൽ അടച്ചതിന് പിന്നാലെയാണ് രേഖകൾ കുടുംബത്തിന് കൈമാറിയത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പരാമർശം വൻ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാധ്യത പാർട്ടി ഏറ്റെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടത്. ചർച്ചകൾക്കൊടുവിൽ കുടുംബവുമായി കോൺഗ്രസ് കരാറുണ്ടാക്കുകയും ഇതുപ്രകാരം 20 ലക്ഷം രൂപ പാർട്ടി നേരിട്ട് നൽകുകയുമായിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ 10 ലക്ഷം രൂപയും അടച്ചു തീർത്തു. എന്നാൽ അർബൻ ബാങ്കിലെ വീടും സ്ഥലവും എടുത്തു നൽകാമെന്ന കരാർ പാലിക്കപ്പെട്ടില്ല. ഇതിനിടെ NM വിജയന്റെ മരുമകൾ പത്മജ ജീവനൊടുക്കാൻ ശ്രമിച്ചത് വിഷയം വഷളാക്കി. ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് KPCC ബാങ്കിലെ പണം അടച്ചു തീർത്തത്. ഭൂമി പണയം വെച്ചതുമായി ബന്ധപ്പെട്ട NM വിജയന്റെ ബാങ്കിലെ ബാധ്യതയായ 60 ലക്ഷത്തോളം രൂപയാണ് KPCC ബാങ്കിൽ അടച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മകൻ വിജേഷും മരുമകൾ പത്മജയും ബാങ്കിലെത്തി രേഖകൾ കൈപ്പറ്റി. പറഞ്ഞ കാര്യം അവർ ചെയ്തു. പണ്ടും ഞാനൊരു പ്രവർത്തനമല്ല, ഞാനെന്റെ കുടുംബമായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എന്റെ. അതേസമയം നേതൃത്വം ആദ്യമേ ഈ തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ തങ്ങളുടെ കുടുംബത്തിലെ രണ്ടാളുടെ ജീവൻ നിലനിൽക്കുമായിരുന്നുവെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ പ്രതികരിച്ചു. ND അപ്പച്ചൻ ഈ ദിവസം തന്നെ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് കർമ്മമാണെന്നും പത്മജ പറഞ്ഞു. അദ്ദേഹം എന്തിനാണ് രാജിവെച്ചതെന്ന് KPCC-യിലുള്ളവർ ഇതാക്കാം. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്ന് വെച്ചാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഇത് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ അപേക്ഷിച്ച് പറഞ്ഞപ്പോഴും യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. കേരള വിഷൻ ന്യൂസ്, വയനാട്.